കഴിഞ്ഞ ദിവസം നടന്ന PSC 10th പ്രിലിംസിൽ 7 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. 0.061 ഇൻറ്റു 1.1.3 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം ഡെസിമലൊക്കെ മാറ്റിയിട്ട് 61 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എടുക്കാം. 61 ഇൻറ്റു ഇവിടെ നമുക്ക് ഈ 13, 61നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുമെന്ന് നോക്കാം. 3 1 3 3 6 18. ക്ലിയർ അല്ലേ? 1 1 1 1 6 6 കൂട്ടുമ്പോൾ 3 9 7 7 9 3 എന്ന ആൻസർ കിട്ടും. അതായത് ഇവിടെ നോക്കിക്കാണാം, നമ്മുടെ ആൻസർ എപ്പോഴും 7 9 3 എന്ന് പറയുന്ന നമ്പറായിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ എത്ര നമ്പറുണ്ട്? 1 2 3 നമ്പർ വരുന്നുണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പറുണ്ട്? ഒരു നമ്പർ വരുന്നുണ്ട്. അപ്പോൾ 3 1 4. അതായത് ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 4 നമ്പർ ഉണ്ടാണ്. ഇവിടെ 1 2 3 നമ്പരേ ഉള്ളൂ. അപ്പോൾ ഒരു 0 കൂടെ ചേർക്കുമ്പോൾ ഇവിടെ 4 നമ്പറായി. ഇനി ഇവിടെ ഡെസിമൽ ഇടാം. അതായത് 0.0793. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിനോട് പോകും. വർഗവും വർഗ്ഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ അതേതാണ്? ഉറപ്പല്ലേ? അത് 1 അല്ലേ? 1ൻ്റെ വർഗ്ഗം 1 ആണ്. 1ൻ്റെ വർഗ്ഗമൂലവും 1 തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ 0 മുതൽ തുടങ്ങുന്നതാണ്. അപ്പോൾ 0 1 2 3 4 1 2 3 4 5 സംഖ്യകളായി. ഇവ തമ്മിൽ ഗുണിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുണിച്ച് കഴിഞ്ഞ് ഏത് നമ്പറിന് അല്ലേ 0 കൊണ്ട്, ഇവിടെ 0 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവെല്ലാം 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 0 തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റിനോട് പോകാം. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? ഇവിടെ 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 550 രൂപയ്ക്ക് വിറ്റ്. ഇവിടെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഈ വാങ്ങിയ വില എന്ന് പറയുന്നത് 500 ആണ്. അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ലാഭ ശതമാനം കിട്ടി. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. ഈ 5ഉം ഈ 5ഉം കൂടെ വെട്ടിയാൽ 1 കിട്ടും. ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. നമുക്ക് 10 എന്ന ആൻസർ കിട്ടും. 10 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 180 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിൻ്റെ വേഗത നമുക്കറിയാം. വേഗത എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 കിലോമീറ്ററാണ്. 180 ഡിവൈഡഡ് ബൈ സമയം എന്ന് പറയുന്നത് 2. 180 ബൈ 2 അല്ലേ? 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 90 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിൽ ആൻസർ ഇല്ല. 90 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ, എന്താണ്? 7ൽ 2ൻ്റെയും 4ൽ 1ൻ്റെയും തുക എത്രയാണ് എന്ന് കാണും. തുക കാണാനായിട്ട് 2/7 പ്ലസ് 1/4 തമ്മിൽ കൂട്ടിയാൽ പോരെ. ഇത് കൂട്ടാനായിട്ട് നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ 8 കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം 7 കിട്ടും. തമ്മിൽ പ്ലസ് ചെയ്യുക ഡിവൈഡ് ബൈ ഇതും കൂടെ മൾട്ടിപ്ലൈ 7 4 28 കിട്ടും. കൂട്ടുമ്പോൾ നമുക്ക് 8 7 15 15/28 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്. അപ്പോൾ നമ്മളിവിടെ 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കേ.